അപ്പോൾ ഇന്ന് 29-ാം തീയതിയാണ്, ജനുവരി 29, 2025. ഓക്കെ, ഇപ്പോൾ സൈറ്റിൽ തന്നെയാണ് ഉള്ളത്. അപ്ഡേറ്റ് ഇല്ലേ, ഇപ്പോൾ സൈറ്റിൽ സംഭവം പണിക്കാർ ഇന്നലെ വൈകിട്ട് പോയി. ഇവിടെ 2 ദിവസത്തേക്ക് ഇവിടെ പണി കാണത്തില്ല, അത് കഴിഞ്ഞിട്ട് പണി തുടങ്ങും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പണിക്കാർ കാണത്തില്ല. അപ്പോൾ ഞാനും വിഷ്ണുവും ബ്രോയും കൂടെയാണ്. വിഷ്ണു ബ്രോ ഇപ്പോൾ പുറത്തോട്ട് പോയിക്കാണ്. പുള്ളി വരും, ഇപ്പോൾ വരും. ഓണർ വന്നെന്ന് തോന്നുന്നു. എന്താ കാര്യം, ഇന്നലെ ഇത്തിരി സീനായി ഇവിടെ. സീൻ ആ കാര്യം, ഒരു പണിക്കാരെന്തോ ഷർട്ടില്ലാതെ ലാസ്റ്റ് വെള്ളം നനയ്ക്കാൻ നേരത്ത് ഷർട്ടില്ലാണ്ട് ഇന്ന് വെള്ളം ഒഴിച്ചു. അപ്പോൾ അത് ഫോട്ടോ എടുത്ത് അയച്ചപ്പോൾ അങ്ങേർക്ക് പറഞ്ഞു അത് അപ്പുറത്ത് ആൾക്കാരുള്ളതാണ്, അത് പെമ്പിള്ളേരെ കൊള്ളയാണെന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ കുറേ ഡയലോഗുകൾ. ഓക്കെ, ഇരി അവിടെ നേരെ ഒതുങ്ങി ഇരി, ഇങ്ങനെ ഇരി, അങ്ങനെ ഇരി, ഇങ്ങനെ എടുത്ത് ഇരിയടെ, ഇങ്ങനെ ബെറ്റർ. ഓക്കെ, ബെറ്റർ, അത് അടങ്ങിയിരി. അപ്പോൾ സംഭവം പറഞ്ഞല്ലടാ വീഡിയോ വെച്ചാൽ, ഇവിടുത്തെ കേരളത്തിലുള്ളവർക്ക് ഇത് ഇന്നലെ ഒരു കോൺവെർസേഷൻ കേട്ടേണ്. ഇവിടെ ഒരു 2 പേർ തമ്മിലുള്ള, അതായത് 30,000 രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ടോക്ക്. 30,000 രൂപ മതിയോ കേരളത്തിൽ നമുക്ക് താമസിക്കുക, ജീവിക്കുക, കുഴപ്പമില്ലാതെ? എനിക്കെന്തെങ്കിലും പോരാ. മേ ബി എൻ്റെ ഈ ഒരു പ്രായത്തിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹങ്ങളുടെ കൊണ്ടായിരിക്കും. പക്ഷേ എനിക്കത് കേട്ടപ്പം 30,000 രൂപയൊക്കെ ഒന്നുമല്ല. അത് ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ്. ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ 2 വർഷം ഉള്ളവർക്ക് ഓക്കെ. ഇത് 5, 6, 7, 8 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ ഇത് പറയുമ്പോഴാണ് എനിക്ക് ഇത്രയും വർഷമായിട്ട് ഇവർക്ക് 30,000 രൂപ കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡ്. വെട്ടായത് കുറവല്ലേ, വെട്ടം കൂടെ ക്ലാരിറ്റി പോകും. അതാണ് എൻ്റെ ഫോണിൻ്റെ പ്രത്യേകത, ഫ്രണ്ട് ക്യാമിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നുകൂടെ അപ്പോഴും തൊട്ട് എടുക്കാം, അതേ പറ്റുള്ളൂ. കാര്യം ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, സിവിൽ പഠിച്ചിട്ട് ഇവിടെ നിന്നിട്ട് കാര്യം ഇല്ലെന്ന്. ഇവിടെ മീൻസ് സാധാരണ കമ്പനി നിന്നിട്ട് കാര്യമില്ല. നിൽക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനികളിൽ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്, ഈ ശോഭ ഗ്രൂപ്പ്, അതുപോലെ 1-2 ഗ്രൂപ്പ് ഉണ്ടല്ലോ സെറ്റപ്പ് ആയിട്ടുള്ള, അതിലൊക്കെ നിൽക്കാം. അതിലൊക്കെ ആദ്യമേ കിട്ടുമോ അതുമില്ല. എക്സ്പീരിയൻസ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ പുറത്ത് പോകണം. സിവിൽ പഠിച്ചിട്ട് ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു അൺനോൺ ആയിട്ടുള്ളൊരു കമ്പനി നിന്നിട്ട് കാര്യമില്ല. നമ്മളെങ്ങൊന്നും എത്തൂല. ഓക്കെ, മേ ബി എക്സ്പീരിയൻസ് കിട്ടും, പണി പഠിക്കാം. ബട്ട് എക്സ്പോഷർ ഇസ് ദ മെയിൻ തിങ് ദാറ്റ് വി നീഡ്. ഓക്കെ, എക്സ്പോഷർ വേണം, അറിയണം, നമുക്ക് പുതിയ കാര്യങ്ങൾ അറിയണം. ഓക്കെ, പിന്നെ ഒരു കാര്യം വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഫാക്ടർ വന്നിട്ടില്ല സിവിലിൻ്റെ. ഓക്കെ, ഇത് കാണുമ്പോൾ ഇപ്പോഴത്തെ പണി കാണുമ്പോൾ ഓക്കെ, കൊള്ളാം, കയറി ഇങ്ങനെ ബിൽഡിങ്ങിങ്ങനെ പൊങ്ങി വരണം, കാണുമ്പോൾ ഒരു ഇതുണ്ട്. അല്ലാണ്ട് എനിക്കിത് ഇങ്ങനെ വച്ച് കൊടുക്കണം, എനിക്കിങ്ങനെ വയ്ക്കാനുള്ള ഐഡിയ മേ ബി സ്റ്റാർട്ടായതുകൊണ്ട് മാത്രമായിരിക്കും. മേ ബി അവൻ പോകുമ്പോൾ ഓക്കെ തോട്ട്സ് വരുമായിരിക്കാം. മേ ബി ഇതൊരു ബിസിനസ് ആക്കിയിരിക്കാം. ഞാൻ വേണമെങ്കിൽ ഇങ്ങനത്തെ കോൺട്രാക്ട് പണി ബിസിനസ് ആക്കാതിരിക്കാം. പക്ഷേ ഇതൊക്കെ കാണാൻ രസമുണ്ട്. ബട്ട് ഗെറ്റ് ഇൻസൈഡ് അല്ലെങ്കിൽ വർക്ക് ഫോർ ഇറ്റ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വരുന്നില്ല. അതിന് വേണ്ടി ഉള്ള ഇത് വന്നില്ല. ഞാൻ അങ്ങോട്ട് നോക്കണമെന്ന് വെച്ചാൽ അവിടെ ആരോ വരുന്നുണ്ട്. അപ്പോൾ മേ ബി ഓണറായിരിക്കും, അതാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. ഈ ഒരു ഒറ്റ സ്ട്രീം ഓഫ് ഇൻകം കൊണ്ടൊന്നും നടക്കൂല. ഓക്കെ, നടക്കുന്നവരുണ്ട്. ഓക്കെ, നടക്കുന്നവരുണ്ട്. പക്ഷേ എനിക്കത് ശരിയാവില്ല. എനിക്ക് കുറേ ചെയ്യാനുണ്ട്. ഓക്കെ, ചെയ്യണം, വീട് വയ്ക്കണം, കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അത് ചെയ്യണം. ഓക്കെ, എനിക്ക് 50-60 വയസ്സായിരുന്നു എനിക്ക് വർക്ക് ചെയ്യാൻ വയ്യ. നേരത്തെ റിട്ടയർ ആയിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന പൈസ അപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഓക്കെ, സേവ് ഫോർ ദ റിട്ടയർമെൻറ്റ്. ഓക്കെ, അതാണ് മെയിൻ ആവശ്യം. കുറച്ച് വർഷം കഴിഞ്ഞിട്ട്
അല്ലെങ്കിൽ ഒരു 50 പോട്ടെ, മാക്സിമം 60 ഇരിക്കട്ടെ, 55+ ഇരിക്കട്ടെ, ജോലി ചെയ്യണ്ട, ഇപ്പോൾ ഉണ്ടാക്കിയ പൈസ വെച്ചാൽ അപ്പോൾ ജീവിക്കുക. അതാണ് ഫ്രീഡം. അപ്പം അത്രയൊക്കെ ജീവനോടുണ്ടെങ്കിൽ ഓക്കെ, ജീവനോടുണ്ടെങ്കിലുള്ള കാര്യം പറഞ്ഞത്. ബട്ട് ഒന്ന് കരുതി വെച്ചേരെ, ജീവനോടുണ്ടെങ്കിൽ അനുഭവിക്കാമല്ലോ, ഇല്ലെങ്കിൽ ഓക്കെ ആരെങ്കിലും കിട്ടും പൈസ, നമ്മളെ കുട്ടികൾക്കോ ആരെങ്കിലും കിട്ടുമല്ലോ. സോ വീഡിയോ 5 മിനിറ്റായി, ഇത്ര ഞാൻ നീട്ടാൻ ആഗ്രഹിച്ചില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പിന്നെ മോഡലിംഗ് അതൊക്കെ ഞാൻ ഒരു ഹുക്കിട്ട് വെച്ചിട്ടുണ്ട്, മോഡലിങ്ങിൻ്റെ ഹുക്കിട്ട് വെച്ചിട്ടുണ്ട്. അത് കൊളുത്തിയാൽ മേ ബി അറ്റ്ലീസ്റ്റ് ക്യാൻ ഗെറ്റ് സം കൈൻഡ് ഓഫ് എക്സ്പോഷർ. അത് മതി സ്റ്റാർട്ടിങ്ങിൽ എമൗണ്ട് ഒന്നും കാണില്ല വലുതായിട്ട് ചിലപ്പോൾ എമൗണ്ടേ കാണത്തില്ല. ബട്ട് എനിക്കൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫോട്ടോസ് കിട്ടും. അത് വെച്ചിട്ട് പിന്നെ മറ്റേ പുള്ളിക്കും കൂടെ, പിന്നെ വിജി എന്ന് തന്നെ പുള്ളിയുടെ പുള്ളിയെ കുറച്ച് ക്ലയൻസിനും കൂടെ ചെയ്താൽ മേ ബി ബെറ്റർ. തിങ്സ് ആർ ഫോളോയിങ് അപ്പാർട്ട് ഇപ്പോഴത്തെ ടൈമിൽ. ബട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒന്നും കൊണ്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാര്യം അവിടെ ഇതുപോലെ തന്നെ ഗ്രോത്ത് ഫേസ് വളരെ കുറവാണ്. ഈവൻ ഇഫ് എനിക്ക് ഗ്രോത്ത് വേണമായിരുന്നെങ്കിൽ എനിക്ക് എയർപോർട്ട് ചാടണമായിരുന്നു, അതെനിക്ക് ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. പിന്നെ ബോണ്ട് ഓക്കെ, മേ ബി ഫോർ ദ 2 years എനിക്ക് വലിയ പ്ലാൻസ് ഒന്നും കാണൂലായിരിക്കും, ഓർ ഒന്നും കാണത്തില്ലായിരിക്കും, മേ ബി ഒന്നും സംഭവിക്കത്തില്ലായിരിക്കും, ഞാൻ പുറത്ത് പോകത്തില്ലായിരിക്കും, മേ ബി ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ലായിരിക്കും. ബട്ട് ഈവൻ ദോ 2 years ബോണ്ട് എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മൈൻഡ് വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഒരിടത്തും ചാടാൻ പറ്റില്ലല്ലോ, ഇനി ഒരിടത്തും പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണേ നമ്മൾ നിർത്തും. ഇനി ഇവിടെ ലോക്കാണല്ലോ, ഇനി എന്തോ ആവട്ടെ 2 വർഷം കഴിഞ്ഞിട്ട് നോക്കാം, അങ്ങനെ ആവും. അതുകൊണ്ടാണ് മെയിൻലി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ കാര്യം. പിന്നെ ഉള്ള അതിപ്പോൾ മനസ്സിലാവണേണ്. പിന്നെ ഉള്ളത് നൈറ്റ് ഡ്യൂട്ടീസ്. ഇപ്പം എൻ്റെ കണ്ണ് എൻ്റെ ഇരിക്കുന്നുണ്ടോ ബാഗ്, എയർ ബാഗ്, അങ്ങനെ എയർ ബാഗാ, ഐ ബാഗ്, ഈ ഒരു ആംഗിൾ നോക്ക്. വലുതായിട്ടില്ലെങ്കിലും ചെറിയ പഫിനെസ് കാണാം. അത് ഞാൻ നൈറ്റ് ഫോൺ ഉപയോഗിക്കാനുള്ള ഇതാണ്, എന്നാലും കണ്ട ബെറ്ററാണ്. പിന്നെ ഓക്കെ, എന്തുകൊണ്ട് മറ്റേതൊക്കെ ആകുമ്പോൾ ഇവിടെ ഒരു ഡാർക്കാവും. അന്നത്തെ എൻ്റെ ഒരു ഡാർക്ക്നെസ് ഇപ്പോഴും ഉണ്ട്, കണ്ട ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒരു ഇതുണ്ട്. ബട്ട് ലോട്ട് ബെറ്ററാണ്. ഓക്കെ, സ്ലീപ്പ് എനിക്ക് എത്ര മണിക്ക് ഉറങ്ങാം, 6 മിനിമമാണ് എനിക്കിപ്പോൾ. മറ്റേത് എനിക്ക് 6 മാക്സിമം, ഇപ്പോൾ 6 മിനിമം. ഇന്ന് ഞാൻ ഉറങ്ങിയത് 9 മണിക്കൂറാണ് ഉറങ്ങിയത്, ഇന്നലെ രാത്രി ഉറങ്ങിയത് 9 മണിക്കൂർ ഉറങ്ങി. അതൊരു ബ്ലെസ്സിങ് ആണ്, അതൊരു ബ്ലെസ്സിങ് അല്ല, അതൊരു ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ. ബട്ട് അത് നമുക്ക് തിരിച്ച് പിടിക്കാന്നുള്ളൂ എപ്പോഴാണേലും. ബട്ട് ഹെൽത്ത്, ഉറക്കം അത് നമുക്ക് തിരിച്ച് പിടിക്കാൻ പാടാണ്, പറ്റൂലെന്നല്ല, പാടാണ്. പിന്നൊന്നുമില്ലടാ, ഇങ്ങനെ പോകുന്നു. നീ ഈ വീഡിയോ ഒക്കെ എപ്പോഴെങ്കിലും കാണും. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ, ഒരു ബ്ലൂ ഷർട്ട് ഇട്ടിട്ടുള്ള വീഡിയോ, അത് മാത്രമേ ഇട്ടുള്ളൂ ഞാൻ. ഒരു ഫുൾ ലൈഫ് വ്ളോഗ്, ഇങ്ങനെ ലൈഫ് ഇപ്പോൾ ഇതുവരെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇടാൻ ഒരു മടി, അത് ഭയങ്കര ഫ്ലാറ്റ്, അത് ഒരുമാതിരി ഇൻ്റർവ്യൂ എടുക്കും കണക്കിരിക്കുന്നു. ഇതുപോലെ ഇത്ര ഒരു ആംഗിൾ പോലും ഇല്ല, ഡൈനാമിക് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ഇതാണ് കുറച്ചുകൂടെ കട്ട് സീൻസ് ആഡ് ചെയ്ത് ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ഇടണം. ഓക്കെ, നോക്കാം. അപ്പോൾ എത്ര ഉള്ളൂ, വീഡിയോ ഒരുപാട് നാക്കുന്നില്ല, എന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു ഹീലിംഗ് ഫേസാണ് ഇപ്പോൾ എനിക്കുള്ളത്. എല്ലാം പേഴ്സണൽ ലൈഫിലാണെങ്കിലും എൻ്റെ ജോലി ലൈഫിലാണെങ്കിലും അത്ര തന്നെ. ബൈ. അങ്ങനെ വന്നെന്ന് തോന്നുന്നു വിഷ്ണു.